ഹലോ, അപ്പം വെൽക്കം ടു മൈ ചാനൽ മലപ്പുറം തമ്പുരു വ്ലോഗ്. അപ്പോൾ എല്ലാവരെയും ഞാൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിന്ന് വലിയ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വന്നതാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ ഇപ്പോൾ കണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു കൂട്ടുകാരനനുസരിച്ച് നമ്മൾ വീഡിയോ ഇപ്പോൾ ചലിക്കുന്നില്ല. കാരണം ഞാൻ ഇടുന്നൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു കണ്ടൻറ്റും കാര്യങ്ങളും ഇല്ലാത്ത വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട്, അതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേരാണ് മലപ്പുറം തമ്പുരു വ്ലോഗ് അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് തമ്പുരു എന്ന് കേട്ടോ. എനിക്ക് തമ്പുരു എന്ന് നിങ്ങൾ തമ്പുരു വിളിച്ചാൽ മതി. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. എൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ ലയ എന്നാണ്. എന്താ ശരിക്കുള്ള പേര്, അതായത് വീട്ടിൽ വിളിക്കാത്ത പേര് കേട്ടോ. നമ്മൾ കുഞ്ഞോളെ പാത്തോ പൊന്നോ അമ്മോ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നമ്മുടെ തമ്പുരു എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്. അപ്പോൾ നമ്മൾ വിളിക്കാത്ത പേരാണ് ലയ എന്ന്. സ്കൂളിലൊക്കെ എല്ലാവർക്കും ലയ എന്നാണ് അറിയാം. അപ്പോൾ അവിടെ ഒരു ചെണ്ടമേളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയും ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താക്കോല് കയ്യിൽ കൊടുത്താണ്. അപ്പം അലമാരേൻ്റെ താഴത്തെ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പരിപാടിയിലാണ് കേട്ടോ. ഒക്കെ വലിച്ചിടൽ തുടങ്ങി. ആവശ്യമുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നോട്ടെ വിചാരിച്ചു. ചേർന്ന് അടങ്ങിയിരിക്കുന്നത്. അതെൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. ആദ്യത്തെ പാറുവിനെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണാറുണ്ട്, ചാരുവിനെയും കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ പറഞ്ഞു നിർത്തിയത്, എന്നെ തമ്പുരു എന്നാണ് വീട്ടിൽ വിളിക്കാറ്. അപ്പോൾ എൻ്റെ സ്വന്തം പേര് ലയ എന്നാണ്. പിന്നെ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും അല്ലേ. പല ആൾക്കാർക്കും അറിയാത്തുണ്ടാവും. എന്നാലും നമ്മുടെ കേരളത്തിലെ മിക്ക ഭാഗത്തു നിന്ന് നമ്മൾ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അഴിക്കോട് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലമുണ്ട്. അതാണ് എൻ്റെ നാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ്, കല്യാണം കഴിച്ച വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറഞ്ഞാൽ വാളൂറങ്ങളിൽ നിന്ന് കുറച്ച് കൊണ്ട് പോയി കഴിഞ്ഞാൽ പൈങ്കുളങ്ങര എന്ന് പറയും. അത് വണ്ടൂരിൽ നിന്നും വരാം, ചെറുകോടിൽ നിന്നും വരാം കേട്ടോ. ചെറുകോടും വണ്ടൂരൊക്കെ ഇതൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ ഒരു ഭാഗത്താണുണ്ടാവും. ഈ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം പിന്നെ കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ പല ആൾക്കാരും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അവരോട് പറയാൻ നിലമ്പൂർ റൂട്ടാണ് കേട്ടോ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം. അടുത്ത് അപ്പോൾ നമ്മുടെ കുട്ടി നമ്മൾ വളരെയധികം ഡീസൻ്റ് ആയതുകൊണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കാത്ത ആളായതുകൊണ്ടും അല്ലേ. ഒരു ഹലോ കൊടുത്ത, ഹായ് കൊടുത്ത. കട്ടറാണത്, കട്ടർ. അപ്പം സംസാരിക്കട്ടെ കേട്ടോ, വർത്തമാനം പറയട്ടെ കേട്ടോ. ഹാ രസമുണ്ടോ? അമ്മ ഇട്ടുതരാം, ചാരുവിന് ഇട്ടുതരാം. ഇനി നോക്കി നോക്ക്, പൊട്ടിട്ട് നോക്കി നോക്ക് എങ്ങനെയുണ്ട്. ശുന്ദേരി ആയോ നോക്കി നോക്ക്, കണ്ടോ. അപ്പോൾ നമ്മൾ വണ്ടൂരെന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂർ ആ ഭാഗത്താണ് കേട്ടോ. പെരിന്തൽമണ്ണ നിലമ്പൂരിൻ്റെ നടുവിലായിട്ടുള്ള സ്ഥലമാണ് ഈ വണ്ടൂർ എന്ന് പറയുന്നത് കേട്ടോ. പാണ്ടിക്കാട് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് പോരുമ്പോൾ പാണ്ടിക്കാട് കഴിഞ്ഞിട്ടാണ് വണ്ടൂർ വരുന്നത്. അപ്പോൾ വണ്ടൂരിൻ്റെ തൊട്ട് മുന്നെയാണ് അയനകൂട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. വണ്ടൂരൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെയാണ് സ്ഥലങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ടും ഞാനിങ്ങനെ വന്നു എല്ലാവരോടും സംസാരിക്കാമല്ലോ. കാരണം പല ആൾക്കാരും വിചാരിക്കും തമ്പുരു വ്ലോഗ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, മലപ്പുറത്ത് എവിടെയാണെന്നൊക്കെ എന്തെങ്കിലും കുറേ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയണം, നമ്മൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ ദേശം. വണ്ടൂരിൽ നിന്ന് അഴീക്കോടാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചത് ആളോറങ്ങൽ പൈങ്കുളങ്ങരയൊക്കെയാണ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പിന്നെ പരിചയപ്പെടുത്താണല്ലോ അല്ലേ. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +2 പഠിച്ചു, കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചു. അപ്പോൾ 1, 2, 3, 4 ഞാൻ പഠിച്ചത് വീതൻശ്ശേരി എന്ന സ്കൂളിലാണ് കേട്ടോ. നമ്മളെ തൊട്ട് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് വീതൻശ്ശേരി. എന്താണ് വികൃതിയാണത്.
വിക്രസും. അപ്പോൾ ബീതൻശ്ശേരി സ്കൂളിലാണ് ഞാൻ 4 വരെ പഠിച്ചത്. LP. UP എന്ന് പറഞ്ഞാൽ UP പഠിച്ചത് നമ്മൾ ചെറുകോട് സ്കൂളിലാണ് കേട്ടോ. ചെറുകോടിലാണ്. അതായത് 5, 6, 7 3 വർഷം നമ്മൾ പഠിച്ചത്. പഠിച്ച സ്കൂളിൽ നിന്നായി ചെറുകോട് UP ആണ് കേട്ടോ. KMMN AUP സ്കൂൾ, KLMMN AUP സ്കൂൾ. ഞാനൊക്കെ മറന്നുണ്ട് സ്കൂളിൽ പഠിച്ച എന്താണെന്ന് കറക്റ്റ്. അപ്പോൾ KMMN AUP സ്കൂൾ, കാരണം അവിടെ എന്താ അതാണ് കേട്ടോ മറന്നൊക്കെ തോട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റായിട്ട് അതാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ഇത്. അതുപോലെ തന്നെ ചില സ്കൂളൊക്കെ പഠിച്ചതൊക്കെ മറന്നു. സ്കൂളിൽ പഠിച്ചതാണ് നമ്മൾ മറക്കാത്തത്. മാഷുമാരെ മറന്നിട്ടില്ല, പഠിപ്പിച്ച കാര്യം എന്തല്ലെങ്കിലും അവിടെ കളിച്ചിടുന്ന കാര്യങ്ങളൊക്കെ എന്തുണ്ടാണ്, പഠിപ്പിച്ചൊന്നും എന്തല്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പഠിച്ചത് GHS പോരൂർ ഹൈസ്കൂളാണ്. ഹയർ സെക്കൻഡറി ഞാൻ അവിടെയായിരുന്നു പഠിച്ചത്. പിന്നെ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് +2 എന്തോ ഭാഗ്യത്തിൽ ജയിച്ച് പിന്നെ ഡിഗ്രി എടുത്തു. ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു, അമ്പാടി MESലായിരുന്നു പഠിച്ചത്. അപ്പം എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്നും പൊട്ടാതെയും പൊട്ടിയൊക്കെ അങ്ങനെ ജയിച്ചു. പൊട്ടാതെ പൊട്ടിയെന്നല്ല, സംസ്കൃതമൊക്കെ പോയി കിട്ടിയൊക്കെ നിന്ന് അങ്ങനെ ആയി. പിന്നെ കഴിഞ്ഞിട്ട് അടുത്തതാണ് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിങ്ങാണ് എടുത്തിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിനൊക്കെ പറഞ്ഞാലൊരു കാര്യമാണ്, അത് വല്ലാത്തൊരു അക്കൗണ്ടിങ്ങാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നും തീരെ മണ്ടയിലില്ല കേട്ടോ. ഞാൻ നേരെ അക്ഷയയിലാണ് കയറിയത്. അക്ഷയയിൽ ജോലിക്ക് പോയി. ജോലിയിലൊക്കെ പോയി സെറ്റായി ഒക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അപ്പോൾ ആ ഇടയിലാണ് ഒരു നവംബറിലാണ് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. സ്റ്റോറി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. നവംബർ 6 2016 നമ്മുടെ കല്യാണം. സീകോട്ട് നമ്മളെ താലി ചാർത്തിയത് നമ്മുടെ മാണിക്കക്കല്ല് മുത്തുകല്ല്. അപ്പം ആ ഒരു സമയത്തും ഹാപ്പി ആയിട്ട് പോകണം. ഇപ്പം അത്രയും കാലം ഹാപ്പിയാണ്. നവംബർ 6 ആകുമ്പോഴേക്കും എൻ്റെ വെളിച്ചമൊക്കെ ഇങ്ങോട്ട് ആകെ പഠിത്തണ്ട് വരാം. അത്രയും മിക്രസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡീസൻ്റാണ്. അപ്പം എന്താ ഈ നവംബർ 6 ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമാകും കേട്ടോ. അപ്പോൾ 8 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് എൻ്റെ ആദ്യ കൺമണി ഞങ്ങൾ പാറുമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. എൻ്റെ ക്യാമറയും തട്ടിയെടുക്കും ഉണ്ടാവണത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം ഹാപ്പിയായി അടിപൊളിയായിട്ട് പോകുന്നു. ചാരു ഒരു അടുത്ത് കഴിക്കുമ്പോൾ മുട്ടായി കയ്യിൽ മുട്ടായി അടുത്ത വീഡിയൊക്കെ വരയ്ക്കാൻ ഉണങ്ങാൻ ഇട്ടതാണ് ജനൽമക്കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പേര് മലപ്പുറം തമ്പുരു വ്ലോഗാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുള്ള കാര്യങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ആ ലൈക്കും കൂടി അടിച്ചേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്താകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കറണ്ട് പോയി ലൈറ്റിട്ടാ ഇപ്പോഴാണ് എന്നെ ഒറിജിനൽ ലുക്ക് ഇട്ടത്. ഇത്ര നേരം കറണ്ട് ഇട്ട ലുക്കായിരുന്നു. എൻ്റെ ഒറിജിനൽ മുഖം അവർക്ക് കാണാൻ പറ്റി. അപ്പം നാളെ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി അധികം നേരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഫോണൊക്കെ എടുത്താണ്ട് കൂടെ വലിച്ച് കീറിയിടുന്ന ആളാണ് ഈ ചാരുമണി. അത് ഞാൻ സംസാരിക്കാതിരുന്നത് കണ്ടപ്പോൾ ചിലപ്പോൾ കുട്ടികൾ കരയണൊക്കെ കേട്ടല്ലോ, അതൊക്കെ നമ്മളെ വീഡിയോനൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നാളെ ഒരു വീഡിയോ ഒക്കെ ഞാൻ വരുന്നുണ്ട്. കുറച്ച് സ്റ്റോറി കാര്യങ്ങളൊക്കെ നാളെ വിശദമായിട്ട് പഠിക്കാം, വിശദമായിട്ട് പറയാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കണ്ടോക്കെ എല്ലാ വീടുകാരും ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്. ഉറക്കട്ടെ ഞങ്ങൾ മണിക്കക്കല്ല് ടാറ്റ എടുത്ത ചാരു ടാറ്റ. എല്ലാവർക്കും താങ്ക് യു, നമസ്കാരം, നന്ദി.